ഞങ്ങൾ ശ്രീജിത്ത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതിൻ്റെ 2 ദിവസത്തെ HNS ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അവിടുത്തെ സ്റ്റാഫ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, അവിടുത്തെ ക്ലിനിക്കൽ ഓവറോൾ ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, അവിടുത്തെ ക്ലിനിക് സ്റ്റാഫിൻ്റെ പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു, ഡോക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ആ ക്ലിനിക്കിനെ പറ്റി മൊത്ത കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം 2025 ജനുവരി 20-നാണ് അവിടെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. 20-21 തീയതികളാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അപ്പം ഞങ്ങളുടെ 20-21 തീയതി 20-ാം തീയതി രാവിലെ ഒരു 8:30 ആയപ്പോൾ ഞാൻ ക്ലിനിക്കിലെത്തി. 8:30 ഒരു 9 മണി 10 മണിയൊക്കെ 10:30 ആയപ്പോഴാണ് അവിടെ ഡോക്ടർ വന്നത്. പക്ഷേ ഒരു 9:30 ആയപ്പോഴത്തേക്ക് അവിടെ സ്റ്റാഫ്സ് വന്ന് നമ്മുടെ പേര്, ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കും. പിന്നെ നമ്മളവിടെ ക്ലിനിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫോം തരും അവർ. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെ ലാബ് റിസൾട്ട് കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കണം. ആ റിസൾട്ട് അവർ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അനസ്തേഷ്യയുടെയും മറ്റേ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് എടുക്കും. ആ ടെസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഇരിക്കും കുറച്ച്. പിന്നെ നമുക്ക് BP കാര്യങ്ങളെല്ലാം ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ഡോക്ടർ വരും. ഡോക്ടർ വന്നിട്ട് നമുക്ക് എത്ര ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ഞാൻ വീഡിയോ അല്ല, ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടാണ് ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഫുൾ ഹെഡ് ചെയ്യാമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഒരു 1500 ഗ്രാഫ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം ഡോണർ ഏരിയ വളരെ വീക്കാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ 1500 ഗ്രാഫ്റ്റ് ചെയ്യാം എന്ന രീതി തന്നെ ചെയ്യുന്നതല്ലേ എന്ന് വെച്ചാൽ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച്. അങ്ങനെ ആ ഡോക്ടറാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ഈ 3 ഏരിയ ടച്ച് ചെയ്യേണ്ടി വരും. ബാക്കിൽ നിന്നും ബിയഡിൽ നിന്നും അപ്ഡൗൺ ഏരിയയിൽ നിന്നും ഹെയർ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒരു 10-11 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെയും ഓരോരുത്തർ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പിന്നെയും നമ്മുടെ അടുത്ത് വന്നിട്ട് പിന്നെയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പൈസ പിന്നെ പേയ്മെൻറ്റൊക്കെ നമ്മൾ പിന്നെ ഒരു 10-11 നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേറെ ഡോക്ടറുടെ ചെല്ലും. നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിരിക്കും. നമുക്ക് മുറിവുണ്ടോ, നമ്മൾ ഇതിനിടയ്ക്ക് മരുന്നും എല്ലാം കഴിക്കുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നും കൂടെ കൺഫേം ചെയ്തതിന് ശേഷം ആ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരും. ആ ഡോക്ടർ നമ്മുടെ ഫോമിനകത്ത് ഒന്നും കൂടെ ഒപ്പിട്ട് തരും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് സർജറി റൂമിൽ ചെല്ലണം. സർജറി അല്ല, നമ്മൾ ചെന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞിടും. പിന്നെ ഇതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഹെയർ ലൈൻ മാർക്ക് ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് ഹെയർ ലൈൻ മാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് എവിടെ വരെ ഏത് ഏരിയ വരെ ചെയ്യണം അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെയറൊക്കെ ട്രിം ചെയ്തതിന് ശേഷം ആ ഏരിയയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. അത് സീനിയർ ടെക്നീഷ്യനാണ് അത് ചെയ്യുന്നത്. അപ്പം സീനിയർ ടെക്നീഷ്യന് നമുക്ക് ആരാണ് ഈ സ്ലിറ്റ് ഇടാൻ പോകുന്ന ആ ടെക്നീഷ്യൻ കൂടാണ് ഇതൊക്കെ ചെയ്ത് നോക്കി എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം നമുക്കും അതെല്ലാം കാണിച്ചു തരും. ഇത്ര ഏരിയ ആണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതിനുശേഷം അവർ നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ പക്ഷേ ഫുഡ് കഴിക്കാൻ നമുക്ക് അതിന് അത്രയും പിടിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് പൊന്നിയരിയുടെ ചോറാണ്, സാമ്പാറിനകത്ത് പരിപ്പ് കൂടുതലാണ്. നമ്മളിവിടെ സാമ്പാറിൽ കഷ്ണങ്ങളാണ് കൂടുതൽ, പക്ഷേ അവിടെ പരിപ്പ് കൂടുതലാണ്. നമുക്ക് ആ സാമ്പാറോ ചോറോ ഒന്നും നമുക്കത്ര നമ്മുടെ ഫുഡ് കൾച്ചറുമായിട്ട് അത്ര ഒത്തുപോകുന്നതല്ല തമിഴ്നാട്ടിലുള്ള കൾച്ചർ. അതുകൊണ്ട് നമുക്ക് ആ ഫുഡ് അത്ര പിടിക്കത്തില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എനിക്ക് അവിടുന്ന് ഇഡലി സാമ്പാറാണ് കഴിച്ചപ്പോൾ അതിന് ഇഡലി ഒന്നും എനിക്കത്ര കുഴപ്പമില്ലാതായിട്ട് തോന്നി. പക്ഷേ എനിക്ക് ചോറിൻ്റെ കൂടെ എത്ര പരിപ്പ് കറി കഴിക്കുന്നത് എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഫുഡൊക്കെ അത്യാവശ്യം നീറ്റ് ഫുഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വേവിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നല്ല ഫുഡാണ്. പക്ഷേ നമ്മുടെ ഫുഡ് കൾച്ചറുമായിട്ട് അത് ഒത്തുപോകാത്തതുകൊണ്ട് നമുക്ക് മിക്കവർക്കും അത് ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്കത്ര പിടിക്കത്തില്ല. പിന്നെ പൊന്നിയരി നമ്മളത്ര കഴിച്ച് ശീലമില്ല. നമ്മളിവിടെ കേരളത്തിൽ മറ്റേ വെള്ള അരി കഴിച്ച് ശീലിച്ചവർക്ക് നമുക്ക് പെട്ടെന്ന് ഒരു പൊന്നിയരി കഴിക്കുമ്പോൾ ചിലർക്ക് അത് ഒത്തുപോകാൻ പാടാണ്. പിന്നെ അതിനുശേഷം നമ്മൾ പോയിട്ട് സ്ലിറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. സ്ലിറ്റ് ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സ്ലിറ്റ് ഇട്ട് തരാം. സ്ലിറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സെൻറ്റർ ഏരിയയിൽ നിന്ന് നമുക്ക് ഹെയർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഹെയർ എടുത്ത് എനിക്കൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്ലിറ്റ് ഇടലും ഹെയർ എടുക്കലും എല്ലാം ഒരുമിച്ച് കഴിഞ്ഞ് അതിനുശേഷം ഒരു 3:10 3:15 കഴിഞ്ഞ് പിന്നെ രണ്ടാം സ്റ്റാർട്ട് ചെയ്ത് ഹെയർ ഇംപ്ലാന്റ് ചെയ്യുക. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ആദ്യത്തെ ദിവസത്തെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലാസ്മ സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ്. പ്ലാസ്മ സ്പ്രേ എന്ന് വെച്ചാൽ ഈ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെയാണ് ഈ പ്ലാസ്മ സ്പ്രേ ചെയ്യുന്നത്. കാരണം നമ്മൾ മുറിവ് കാര്യങ്ങളൊക്കെ ഉണങ്ങാൻ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ നമ്മൾ ബ്ലഡിൽ നിന്ന് വേർതിരിച്ചെടുത്ത് പ്ലാസ്മ നമ്മുടെ ഈ മുറിവുള്ള ഏരിയയിൽ അവിടെ എല്ലാം അവർ തന്നെ സ്പ്രേ ചെയ്ത് വിടും. അതിനുശേഷം പിന്നെ നമുക്കൊരു ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ നമുക്ക് ഉറങ്ങുന്നതിന് ഒരു ഗുളികയൊക്കെ തരും അവർ. പിന്നെ അതിനുശേഷം ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും ഫുഡും ഒക്കെ ഈ ഗുളികയൊക്കെ തരുന്നത്. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് വരും. ഫുഡ് നമുക്ക് അത്യാവശ്യം ആവശ്യം പോലെ കഴിക്കാം. നമുക്ക് എത്ര കഴിക്കാവോ അത്രയും കഴിക്കാം. ചിലരൊന്നും കഴിക്കില്ല. അവർ ആദ്യം 2-3 ഇഡലിയൊക്കെ തരത്തുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണം ഇഡലിയൊക്കെ മേടിച്ച് കഴിക്കാം.
പിന്നെ രണ്ടാമത്തെ ദിവസത്തെ സർജറി എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 11 മണിക്കാണ്. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു 5-6 മണി വരെ രണ്ടാമത്തെ ദിവസത്തെ സർജറി ഉണ്ടായിരുന്നു. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊരു 1-1:30 വരെയൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ഈ ഹെയർ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞോളൂ. ഫുഡ് കഴിക്കുന്നതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി എഴുന്നേറ്റിരിക്കാനോ കാര്യങ്ങളൊക്കെ അവർ അവസരം തരും. ആ സമയത്ത് അവരും റെസ്റ്റ് ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്ലിനിക്കിൽ ചെന്ന ഒരു പ്രൊഫഷണലായിട്ടൊരു രീതിയിലാണ്. ഓരോത്തിനും ഓരോ ആൾക്കാരുണ്ട്. ഇപ്പം ഇംപ്ലാന്റ് ചെയ്യുന്നത് ഒരാളാണ്, ഈ സ്ലിറ്റ് ഇടുന്ന ഒരാളാണ്, അനസ്തേഷ്യ എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഓരോത്തിനും ഓരോ ആൾക്കാരാണ് ചെയ്യുന്നത്. നമ്മൾ ബയോയിലൊക്കെ ചെയ്തപ്പോൾ മിക്കവരും ഒരു സർജൻ തന്നെ ആയിരിക്കും. സ്ലിറ്റ് ഇടുന്നതും ഈ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ ഓരോത്തിനും ഓരോ ആൾക്കാരാണ് എനിക്ക് ചെയ്തത്. ഓരോ ദിവസം സ്ലിറ്റ് ഇടാൻ വേണ്ടി ഒരാളും, ഈ എക്സ്ട്രാക്ട് ചെയ്യാൻ ഒരാളും, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഒരാൾ, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ്, ഓരോ ടെക്നീഷ്യന്മാരാണ് വന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടി അത്യാവശ്യം OT റൂമിൽ നോക്കാൻ വേണ്ടി നേഴ്സുമാരുണ്ട്, നേഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന റൂമിൽ അവിടെ നേഴ്സുമാരുണ്ട്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ വന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കാരണം നമ്മുടെ കൂടെ നമ്മുടെ റൂമിൽ 3 പേരായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. അപ്പം ആ റൂമിൽ കൂടെ ഒരു തമിഴ് ഒരാളുണ്ടായിരുന്നു. ആ പുള്ളി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് രാത്രി നല്ല വേദനയായിരുന്നു. പുള്ളി 2 മണി വരെയൊക്കെ അത്യാവശ്യം ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ വേദന അവർ ആദ്യമേ ടാബ്ലറ്റ് കൊടുത്തിട്ടും വേദന മാറാത്തപ്പം ആ നേഴ്സ് തന്നെ വന്നിട്ട് അവർക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്യും. രാത്രി ഫുള്ള് അവർ ഉറങ്ങാതെ നമ്മൾ എന്ത് അത്യാവശ്യം ഉണ്ട് പെട്ടെന്ന് വിളിച്ചാൽ തന്നെ അവർ പെട്ടെന്ന് വരും. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ കെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫുഡിനായാലും ഫുഡ് നമുക്ക് അവിടെ തന്നെ ഉണ്ട്. അതിനും ഒരു സ്റ്റാഫുണ്ട്. അപ്പം എല്ലാവരും പ്രൊഫഷണലായിട്ട് രീതിയിലാണ് അവിടെ കൊണ്ടുപോകുന്നത്. അവർ സത്യം പറഞ്ഞാൽ ഒരു ക്ലിനിക്ക് സെറ്റപ്പ് അല്ല, അവിടെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് തന്നെയാണ്. ഹോസ്പിറ്റൽ ലൈസൻസും ഉണ്ട് അവർക്ക്. ആ രീതിയിലൊരു പ്രൊഫഷണൽ രീതിയിലാണ് ആ ക്ലിനിക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അതെനിക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ആദ്യത്തെ ദിവസത്തെ സർജറിയും ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ളവരൊക്കെ 5 മണിക്ക് സർജറി കഴിഞ്ഞ് രാത്രി 11 മണിയൊക്കെ ആയപ്പോൾ അവർ ബസ് പിടിച്ച് മലപ്പുറത്തുള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ നാട്ടിലേക്കൊക്കെ പോയായിരുന്നു. ഞാൻ പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ട്രെയിനിലൊക്കെ വന്ന് ഇപ്പോൾ നിങ്ങൾ മിക്കവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർജറി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഏത് വണ്ടി ബസ്സിലോ എങ്ങനെ വേണമെങ്കിൽ പോകാം. പക്ഷേ സർജറി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരിക. അതിനുശേഷം പിന്നെ നിങ്ങൾ ക്ലിനിക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടോ ബസ് സ്റ്റോപ്പിലോ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ടാക്സി വല്ലതും വിളിച്ചിട്ട് പോവുക. ഞാൻ വന്നത് ഒരു ടാക്സി വിളിച്ചിട്ടാണ്. ഏകദേശം എനിക്ക് ആ ക്ലിനിക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എടുക്കാൻ ഒരു 320 രൂപ അടുപ്പിച്ചായിട്ടുള്ളൂ. കാരണം അവിടെ ടാക്സിക്കാരനെ പരിചയപ്പെട്ട് പുള്ളിയുടെ സംസാരിച്ചാണ് 320 രൂപയ്ക്കാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇപ്പോൾ നിങ്ങൾ 2-3 പേര് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ 320 ഷെയർ ഇട്ട് പോകാൻ പറ്റും. കാരണം ഇപ്പോൾ നൈറ്റ് പോകുന്നവരാണെങ്കിൽ തന്നെ ഒരു 100 രൂപ 110 രൂപ വെച്ച് ആവത്തുള്ളൂ നിങ്ങൾക്ക് ഈ ക്ലിനിക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട്. മിക്കവരും റെയിൽവേ സ്റ്റേഷനിലായിരിക്കത്തില്ല, ബസ് സ്റ്റോപ്പിലായിട്ടായിരിക്കും. ബസ് സ്റ്റോപ്പ് അതിലും അടുത്താണ്. അപ്പോൾ അത്രയും പൈസ ഒന്നും ആവത്തില്ല. അപ്പോൾ നിങ്ങൾ ഷെയർ ഇട്ട് പോകാൻ നോക്കുക. ഞാനൊരു ടാക്സി ഡ്രൈവറുടെ നമ്പറുണ്ട്, ആ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ നമ്പറിൽ വിളിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പുള്ളി റേറ്റ് കുറച്ചൊക്കെ തരും. പിന്നെ അതിനുശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാനൊരു 10-10:30 ആയപ്പോഴത്തേക്ക് മൂന്നാമത്തെ ദിവസം രാവിലെ 10-10:30 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് എനിക്കൊരു 12:30 ട്രെയിൻ. അപ്പോൾ അതുവരെ അവിടെ റെയിൽവേ സ്റ്റേഷന് ചുമ്മാ ഇരിക്കാതെ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് നമുക്കൊരു പോലീസ് മ്യൂസിയം ഉണ്ട്. തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു പോലീസ് മ്യൂസിയം ഉണ്ട്. അപ്പം അവിടെ കയറി അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല കൂളായിട്ടുള്ള സ്പേസാണ്. അപ്പോൾ അവിടെ കയറി അത്യാവശ്യം റൈഫിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തമിഴ്നാട് പോലീസിൻ്റെ പഴയ യൂണിഫോം, അവർ ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന യൂണിഫോം, പഴയ GD ബുക്ക്, അങ്ങനെ കുറേ ഒരു പ്ലെയിൻ ഉണ്ട് വെളിയിൽ കിടപ്പുണ്ട്. പിന്നെ ഒരു ട്രക്ടറല്ലോ ഒരു ആർമി യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ആ സാധനമൊക്കെ വെളിയിൽ കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാനും കുറച്ച് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അത്യാവശ്യം അവിടെ മ്യൂസിയത്തിൽ ആരും കയറി കാണത്തൊന്നുമില്ല. നമുക്ക് ഫോൺ യൂസ് ചെയ്യാം, വീഡിയോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യാതിരിക്കുക. അത്യാവശ്യം നല്ലൊരു ക്ലിനിക്ക് തന്നെയാണ്. ഇപ്പോൾ ആരെങ്കിലും പോയി അവിടെ സർജറി ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ ക്ലിനിക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം അത്യാവശ്യം നല്ലൊരു ക്ലിനിക്കാണ്, നല്ല റിസൾട്ട് കൊടുക്കുന്ന ഒരു ക്ലിനിക്കാണ്. പിന്നെ ക്ലിനിക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക മാത്രമേ നിങ്ങൾ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇഷ്ടത്തിന് നടക്കാതിരിക്കുക. ക്ലിനിക്ക് പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം
പിന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും റെയിൽവേ സ്റ്റേഷനിൽ റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. നിങ്ങൾ വെയിലിപ്പം ഉച്ച സമയത്തൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചൂട് കാണും. ചൂടുള്ള സമയത്ത് നിങ്ങൾ ആ NS വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആൾക്കാരെന്ത് വിചാരിക്കും, ഞാൻ തലയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യണോ എന്നൊന്നും വിചാരിക്കാതിരിക്കുക. നിങ്ങളുടെ തല ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ NS സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ചിരിക്കാതെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനാണോ ബസ് സ്റ്റോപ്പിലാണോ എന്നൊന്നും നോക്കാതെ തല ക്യാപ്പ് മാറ്റുക. ക്യാപ്പ് ഇട്ടിട്ടായിരിക്കും നിങ്ങൾ ക്ലിനിക്കിൽ നിന്ന് അവർ പറഞ്ഞു വിടുന്നത്. ക്യാപ്പ് മാറ്റുക, ഓരോ മണിക്കൂർ ഇടവിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ സ്പ്രേ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മുടിയായിരിക്കും ഡാമേജ് ആയി, നമുക്ക് കിളിച്ച് വരാൻ പറ്റാതായി പോകും. അപ്പം ചില ഡാമേജായി കിളിച്ച് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ട്രെയിനിൽ വെച്ചാലും ബസ്സിൽ വെച്ചാലും നിങ്ങൾ സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ മുഖത്തൊന്നും വീഴാതെ സ്പ്രേ ചെയ്യുക. ഞാൻ ട്രെയിനിൽ വെച്ച് യൂസ് ചെയ്തപ്പോൾ ഇടയ്ക്ക് അടുത്തിരുന്ന ഒരു ചേട്ടൻ്റെ മുഖത്ത് വീണു. അപ്പോൾ പുള്ളി അത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻറ്റോടെ എനിക്ക് നല്ല റിസൾട്ട് തരും എന്നൊരു ഉറപ്പ് ആ ക്ലിനിക്ക് തന്നിട്ടുള്ളതല്ല. ക്ലിനിക്ക് എനിക്ക് ഉറപ്പ് തരേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ക്ലിനിക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലിനിക്ക്, നിങ്ങൾ ആരെങ്കിലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലിനിക്കാണ്, അവിടെ പോവുക, ചെയ്യുക.